മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരിയെ നിരാശപ്പെടുത്തി ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് മഞ്ചേരിയുടെ വികസന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ളതാണ് 2024 LDF സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ്. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA 20 പദ്ധതികൾ സമർപ്പിച്ചെങ്കിലും ഒരു പദ്ധതിക്ക് മാത്രമാണ് ഫണ്ട് വകയിരുത്തിയത്. മറ്റുള്ള പദ്ധതികളെല്ലാം ടോക്കൺ തുകയിൽ മാത്രം ഒതുങ്ങി. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലേക്ക് മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും 262 കോടി 70 ലക്ഷം രൂപയുടെ 20 പദ്ധതികൾ സമർപ്പിച്ചിരുന്നു. ഇതിൽ മുള്ളമ്പാറ കോണിക്കല്ല് ഇരുമ്പുഴി റോഡിന് BMBC ചെയ്യുന്നതിന് 5 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ബാക്കിയുള്ള 19 പദ്ധതികൾക്ക് 100 രൂപ ടോക്കൺ തുക മാത്രമാണ് നൽകിയത്. സ്കൂളുകൾക്കും പോളിടെക്നിക് കോളേജിനും കെട്ടിടം നിർമ്മിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും സർക്കാർ മുഖവിലക്കെടുത്തില്ല. കുടിവെള്ള പദ്ധതികൾക്കും തടയണ നിർമ്മാണത്തിനും ലഭിച്ചത് ടോക്കൺ തുക മാത്രമാണ്. മഞ്ചേരിയിലെ ഗതാഗത മേഖലയോടും അവഗണനയാണ് 2024 ബജറ്റിൽ സർക്കാർ പ്രകടിപ്പിച്ചത്. മഞ്ചേരി ജനറൽ ആശുപത്രി കെട്ടിട നിർമ്മാണം, മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് കെട്ടിട നിർമ്മാണം, PHCകൾ, മഞ്ചേരി നഗരസഭയിലെ പിലാക്കൽ, തോട്ടുപൊയിൽ തുടങ്ങിയ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണം എന്നീ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഇവയ്ക്കെല്ലാം പതിവ് ടോക്കൺ തുകയായ 100 രൂപ മാത്രമാണ് നൽകിയത്. മെഡിക്കൽ കോളേജ് വികസനം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ വികസനത്തോട് കടുത്ത അവഗണനയാണ് 2024 സംസ്ഥാന ബജറ്റിൽ പ്രകടമായത്. ന്യൂസ് ഡെസ്ക് PTV കേരള.